സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. കപ്പൽ അപകടവും കാലാവസ്ഥാ വ്യതിയാനവും തൊഴിൽ ദിനങ്ങളെ ബാധിച്ചതിനാൽ മത്സ്യബന്ധന മേഖലയാകെ കടുത്ത പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് ഇത്തവണത്തെ ട്രോളിംഗ് നിരോധനം. പ്രജനനകാലത്തെ നാശം തടഞ്ഞ് മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനാണ് ട്രോളിംഗ് നിരോധനം നടപ്പാക്കുന്നത്. മുൻ വർഷങ്ങളിലേതുപോലെ ഇത്തവണയും ട്രോളിംഗ് നിരോധന സമയത്ത് പരിശോധനകൾ ശക്തമാക്കാനാണ് തീരുമാനം. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും ഒപ്പം പെട്രോളിംഗിനായി നിരീക്ഷണ സംവിധാനങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന സമയത്ത് കേരള തീരത്ത് ഇതര സംസ്ഥാന മത്സ്യബന്ധന ബോട്ടുകൾക്കും വിലക്കുണ്ട്. തോണിയിലും ഇൻബോർഡ് വള്ളത്തിലും മീൻപിടുത്തം നടത്തുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ട്രോളിംഗ് നിരോധന സമയത്തും കടലിൽ പോകാം. എന്നാൽ നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. അതേസമയം കാലാവസ്ഥാ വ്യതിയാനവും ഇന്ധനവില വർധനവും മത്സ്യബന്ധന മേഖലയ്ക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതിനിടെയാണ് കപ്പൽ അപകടം കൂടിയെത്തിയത്. ഇത് തൊഴിൽ ദിനങ്ങളെ ബാധിച്ചതിനാൽ 10 ദിവസത്തെ ഇളവ് അനുവദിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതുണ്ടായില്ല. മത്സ്യബന്ധന മേഖലയിൽ സൗജന്യ റേഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകുമെന്നാണ് സർക്കാർ വാഗ്ദാനം. ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ഇത്തവണത്തെ ട്രോളിംഗ് നിരോധനം. അമൃത ന്യൂസ്, കൊല്ലം.